ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ആഡംബരം. ആഡംബരം ഒരു തെറ്റാണ് അല്ലെങ്കിൽ പാപമാണ്, കുറ്റമാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും ഒരു വലിയ കൂട്ടം ആളുകൾ ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആഡംബരം എന്തോ തെറ്റാണ്. ഓക്കെ, സത്യത്തിൽ അങ്ങനെയാണോ? ഈ ആഡംബരം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഓക്കെ, അതായത് എൻ്റെ കയ്യിൽ കുറേ കാശുണ്ട്, അത് വെച്ചിട്ട് ഞാൻ ആഡംബരം കാണിക്കുന്നു. ഇനി വേറൊരു കൂട്ടരുണ്ട്, ഇല്ലാത്ത കാശ് ഉണ്ടെന്ന് കാണിച്ച് ആഡംബരം കാണിക്കുന്നു. ഓക്കെ, ഇല്ലാത്ത കാശോ സ്വത്തുക്കളോ ഒക്കെ ഉണ്ടെന്ന് കാണിച്ച് അങ്ങനെ ആഡംബരം കാണിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അത് ഷോ ഓഫിന് വേണ്ടിയിട്ട് കാണിക്കാം, അല്ലാണ്ടുള്ള ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് അങ്ങനെ. ഓക്കെ, എങ്ങനെ വേണമല്ലോ ആവാം. അപ്പം ആദ്യത്തെ കേസ് പറയുകയാണെങ്കിൽ, ഇപ്പം എനിക്ക് ഒരുപാട് കാശുണ്ട്, സ്വത്തുക്കളുണ്ട്, ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് ലക്ഷറിയസ് ആയിട്ട് ജീവിച്ചൂടാ? മനസ്സിലായില്ലേ? അപ്പം ലക്ഷറി എങ്ങനെയാണ് അവിടെ തെറ്റാവുന്നത് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് വലിയ വരുമാനമൊന്നും ഇല്ലാതിരിക്കട്ടെ, പക്ഷെ ഞാൻ ആഡംബരം കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? കടം മേടിക്കുന്നു, അവിടുന്ന് കടം മേടിക്കുന്നു, ഇവിടുന്ന് കടം മേടിക്കുന്നു, ലോൺ എടുക്കുന്നു. ലോൺ എടുത്തിട്ട് ഇപ്പം ഐഫോൺ വാങ്ങിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഓക്കെ, ഇപ്പം ഫോണിൻ്റെ ബേസ് ചെയ്തിട്ട് ഇപ്പം ലക്ഷറി ഒന്നും പറയാൻ പറ്റില്ല, എല്ലാവരും അത്യാവശ്യം നല്ല ഫോണൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പം ലക്ഷറിയസ് ആയിട്ടുള്ള കാറുകളൊക്കെ ഉണ്ട് അല്ലേ? അപ്പം എനിക്കൊന്ന് 25 ലാക്ക് അബോവ് ഉള്ള കാറുകളിലൊക്കെയാണ് നമ്മൾ സാധാരണ ലക്ഷറിയസ് ബ്രാൻഡ് എന്നൊക്കെ പറയാറ്. ഓക്കെ, ലക്ഷറിയസ് കാറുകളെന്ന് പറയാറ്. അപ്പം അങ്ങനെയുള്ള കാറുകളെടുക്കും, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അപ്പം അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് എൻ്റെ മണി മാനേജ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, കാരണം എനിക്ക് അതിനുള്ള വരുമാനമില്ല. അപ്പം ഒന്ന് പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടി, ആരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അവിടുന്ന് ഇവിടുന്ന് നല്ല കട മേടിച്ചതിന് ശേഷം അങ്ങനെ ഒരു ജീവിതം. ഓക്കെ, ക്രെഡിറ്റ് കാർഡിൻ്റെ പുറത്തുള്ള ജീവിതമായിരിക്കും അത്. തോനെയും പുറം രാജ്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഓക്കെ, തോനെയും ക്രെഡിറ്റ് കാർഡിൻ്റെ പുറത്തുള്ള ജീവിതമാണ് അവരുടേത്. ഓക്കെ, ഇത് മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമല്ല, ഇതിപ്പം എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്, എന്നെ എൻ്റെ ഫാമിലി ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഞാനിപ്പോൾ ആഡംബരം കാണിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ആരും ബാധിക്കുന്ന പ്രശ്നമല്ല. ആദ്യത്തെ കേസിൽ ഞാൻ പറഞ്ഞു എന്താണ്, എൻ്റെ കയ്യിൽ കാശുണ്ട്, ഞാൻ ഷോ ഓഫ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അത് പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കേസാണെങ്കിൽ തന്നെയും അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. കാരണം എനിക്ക് വലിയ വരുമാനമില്ല, ബട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആഡംബരം കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കടമെടുക്കുന്നു. അത് മറ്റുള്ളവർ കറക്റ്റ് സമയം തിരിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷേ ഈ പറഞ്ഞക്ക് ഈ കടം നമ്മളെ വിഴുകും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. പക്ഷെ ഞാൻ ഈ ടോപ്പിക്ക് ഇതൊന്നും അല്ല. കാരണം നമ്മൾ ചില ആഡംബര കല്യാണം നടക്കുന്ന സമയത്തും അല്ലാണ്ട് ഓരോ കാറുകളൊക്കെ മേടിക്കുന്ന സമയത്തൊക്കെ ആളുകൾ ഓരോ കമൻറ്റ് സെക്ഷനിലൊക്കെ ഓരോ ഇത് നോക്കണം, ഓരോ ആളുകൾ ഇട്ടിരിക്കുന്ന കമൻറ്റുകൾ. ഇത്രയും കാശുണ്ടെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തൂടെ? എടാ, എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാശ് ഞാൻ എന്താ ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നു. എൻ്റെ ഈ കാശുണ്ടെങ്കിൽ ഞാൻ ആഡംബരം കാണിക്കും. കാശ് വെച്ചിട്ട് പിന്നെ പിശുക്ക് കാണിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ, ലാവിഷായിട്ട് ചിലവാക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി ചാരിറ്റി ചെയ്യണോ വേണ്ടെന്നുള്ളത് എൻ്റെ മാത്രം ഇതല്ലേ, ചോയ്സ് അല്ലേ? അത് ചോയ്സാണ്. പറഞ്ഞ മനസ്സിലായി? ചാരിറ്റി ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഇനി ചാരിറ്റി ചെയ്യണമെങ്കിൽ തന്നെയും എൻ്റെ ആഡംബരം ഞാൻ എന്തിനു കുറയ്ക്കണം? അല്ലെങ്കിൽ ഞാൻ എന്തിന് പിശുക്ക് കാണിക്കേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എൻ്റെ കാശുണ്ടെങ്കിൽ നല്ല ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കും ഇല്ലേ? അതങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ മറ്റേ വരുമാനത്തിനനുസരിച്ചിട്ട് പോലും ചാരിറ്റി ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? കുറവായിരിക്കും. പിന്നെ വലിയ ആൾ സ്വാഭാവികമായിട്ട് എനിക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് എടുത്തിട്ട് ചിലവാക്കും, കയ്യും കണക്കും ഇല്ലാതെ ട്രിപ്പ് പോവും, നല്ല ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കും, നല്ല മുന്തിയ കാറുകൾ വാങ്ങിക്കും, ഫോൺ വാങ്ങിക്കും. അപ്പം ഇത് മറ്റുള്ളവർ കണ്ട് മനസ്സരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അത് ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇല്ലാത്തവരുടെ കേസ് പറയുകയാണെങ്കിൽ തന്നെ അത് അവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്, മറ്റുള്ളവരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. അവൻ ഉണ്ടെങ്കിൽ അവൻ ചിലവാക്കട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പം ഞാനിത് ഇടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. പിന്നെ വേറെ കുറേ ആളെന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ള ആൾ എന്ത് ചിന്തിക്കുമെന്ന് കരുതിയിട്ട് ഒരു ഉൾവലിഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, ആഡംബരം കാണിക്കാണ്ടിരിക്കുന്ന അങ്ങനെ ആളുകളുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ആഡംബരം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സംഭവമൊന്നുമല്ല. ഓക്കെ, ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുക എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ ചില മറ്റേ എന്താ പറയുക, സന്യാസികളും അങ്ങനെയുള്ള ഈ ആൾദൈവങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ വന്നിരുന്ന് പ്രസംഗിക്കുന്നേക്കാം അവരുടെ ശിഷ്യന്മാരുടെ അടുത്ത്, മക്കളെ ലളിതമായ ജീവിതം നയിക്കുകയും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവർ വന്നിറങ്ങിയത് എക്സ്കാസ് ബെൻസിനകത്തായിരിക്കും. അത് വേറൊരു കാര്യം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. കാശുണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക. നമ്മളെല്ലാവരും എന്തിനാണ് പണി ചെയ്യുന്നത്? എന്തിനാണ്? കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചിലർ പറയും നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയും. മക്കൾ സുഖമായിട്ട് ജീവിക്കാൻ. അതാണ്, സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഇല്ലേ?
ആണ്. പിന്നെ നമ്മൾ വെറുതെ കാശ് ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനാണ്? കാശ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, അത് ചിലവഴിക്കാം. അതാണ് ഞാൻ വേറെ കാര്യങ്ങൾ എന്ത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചിലവഴിക്കുന്നതൊക്കെ ഓക്കെ, പിന്നെ അല്ലാണ്ട് ഈ മണി മാനേജ്മെന്റ് നമ്മൾ നോക്കണം. ഓക്കെ, നമ്മൾ അത്യാവശ്യം കുറച്ച് സേവിങ്സ് കരുതി വെക്കണം. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ സേവിങ്സ് മാത്രം പോരാ, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അതെന്ന് പറയുമ്പോൾ ലോങ് റണ്ണിൽ നമുക്ക് എന്തായാലും ബെനിഫിറ്റ് ചെയ്യും. സേവിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കണക്ക് വലിയൊരു റിട്ടേൺസ് നമുക്ക് ഭാവിയിൽ കിട്ടാൻ സാധ്യത കുറവായിരിക്കും. ഓക്കെ, സേവിങ്സ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് സേവിങ്സിൽ ഉണ്ടാക്കി വെക്കുക. പിന്നെ ബാക്കി ഈ പറഞ്ഞ കണക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരുപാട് ഓപ്ഷൻസുകൾ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഇല്ല മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, പിന്നെ ഗോൾഡിനകത്ത് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഗോൾഡൊക്കെ വാങ്ങിച്ചു വയ്ക്കാം. ഓക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാവിയിൽ കാണുമ്പോൾ സ്വർണ്ണത്തിൻ്റെ വില ഇപ്പം നേരെ കയറിക്കൊണ്ടിരിക്കുക എൻ്റെ ഗ്രാഫ്. അപ്പം എന്തായാലും അത് ഗുണം ചെയ്യും. പൈസ ഉള്ള ആളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അത് കണക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഈ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ മറ്റേ ഫുൾ എടുത്തങ്ങ് ചിലവാക്കണമെന്നോ അല്ലെങ്കിൽ ഒരു കൺട്രോളില്ലാണ്ട് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. കൺട്രോളില്ലാണ്ട് പോയാൽ പ്രശ്നം തന്നെയാണ്. ഓക്കെ, അത് എന്ത് കാര്യമാണല്ലോ. അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ കണക്ക് ആഡംബരത്തിനും നമ്മൾ കാണിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഈ പറഞ്ഞാൽ നമ്മൾ മണി മാനേജ്മെൻറ്റ് കൂടെ നോക്കണം, നമ്മളുടെ വരവും കൂടെ നോക്കണം. അതിനനുസരിച്ചിട്ട് നമ്മൾ ചിലവ് ചെയ്യാവുള്ളൂ. അത് മറ്റൊരു കാര്യം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാണ്ട് പോകും. കടം നമ്മളെ വിഴുങ്ങുന്നൊരു ചൊല്ലുണ്ട്. അപ്പം കടം എടുക്കുന്നതിന് സൂക്ഷിക്കണം, നമ്മൾ ഈ ലോണൊക്കെ എടുക്കുന്നതാണെങ്കിൽ. പിന്നെ ഈ പറഞ്ഞത് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും എല്ലാം സെറ്റാക്കി വെക്കുക. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. പിന്നെ ബാക്കിയുള്ള വണ്ടിയുടെ ആയിരിക്കും പറഞ്ഞല്ലോ, വണ്ടി ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. കാരണം ഒരു ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ വന്നാൽ നമ്മൾ പെട്ടു. ഓക്കെ, അവിടെയൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും ഒരു പണി കിട്ടുന്നത്. അവിടെയൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ട്രിപ്പ് പോയി എന്താണെങ്കിലും ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഈ പറഞ്ഞക്ക് വര പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ ചിലവാക്കാവുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ ജീവിക്കുന്നത് എന്താണ്? അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതാണൊക്കെ ജീവിക്കുക. സെറ്റ്.